ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഞാൻ താമസിക്കുന്ന അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇന്നൊരു റൂം നോക്കാൻ പോകണം. കാരണം ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ അബൂബക്കറിലാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ബുർജ്മലിൽ താമസിക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട് ഉണ്ട്, അവളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമ്മൾ പോയി റൂം നോക്കിയിട്ട്, ലൈക്ക് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ താമസിക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് റൂം നല്ലതെന്ന് അറിയാം. പിന്നെ എൻ്റെ വേറെ ഫ്രണ്ട് ഓഫീസിലത്തെ ആശാ പറഞ്ഞിട്ട്, സോ അവളും അവിടെ തന്നെ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. അപ്പോൾ അവളും പറഞ്ഞു നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളും കൂടി പോയി നോക്കിയിട്ട്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഓണറോട് സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വന്ന് ജസ്റ്റ് നോക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ റൂം നോക്കാൻ വേണ്ടി പോകണം. അതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഓക്കെ, നമ്മൾ റൂം പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നെക്സ്റ്റ് മന്ത് ഫസ്റ്റിലോട്ട് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി. ഇന്നൊരു സൺഡേ ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സൺഡേ ഇങ്ങനെ പോകും. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ഫുൾ ഡേ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രവി എന്നെ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നെ വിളിച്ചു കേട്ടോ, അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഹാഫ് ആൻ അവർ മുൻപേ ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി റൂമിൽ നിന്ന് കുറച്ച് മുന്നേ ഇറങ്ങി, കാരണം നല്ല വെയിലാണ്. അപ്പം ഞാൻ വീണ്ടും ലേറ്റായി കഴിഞ്ഞാൽ വെയിൽ കൂടത്തേ ഉള്ളൂ. അപ്പോൾ നല്ല പണി കിട്ടും. അപ്പം ഞാൻ കുട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം കുട നമ്മൾ പിടിച്ചാലും കുടയുടെ ഉള്ളിൽ കൂടെ ചൂട് കണ്ണിലേക്ക് അടിക്കണ പോലെ അങ്ങനെ ചൂടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മെട്രോ കണ്ടു. കാരണം ഇവിടെ നിന്ന് മെട്രോ എടുത്താലും എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലല്ലോ. അങ്ങനെ എൻ്റെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മെട്രോ വന്നിരിക്കുകയാണ് ഗൈസ്. സോ ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് 5 മിനിറ്റ് കൂടുമ്പോൾ മെട്രോ ഉണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ടെൻഷനില്ല. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോൾ മെട്രോയിൽ അങ്ങനെ വലിയ തിരക്കും ഉണ്ടാവില്ല. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തിരക്കേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു തിരക്ക് ഉണ്ട്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ മോളിൽ പോയപ്പോഴും എപ്പോഴും എല്ലായിടത്തും അത്യാവശ്യം കുറച്ച് തിരക്കുന്നുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണ്. പക്ഷേ ഓഫീസിലൊക്കെ പോകണത് മീൻസ് വീക്ക് ഡേയ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും, രാവിലെയും വൈകിട്ടും. കാരണം എല്ലാവരും എടുക്കുന്നത് മെട്രോ, അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവും. പക്ഷെ അത്രയും തിരക്ക് എനിക്കും തോന്നിയില്ല. പിന്നെ നമ്മൾ പോയതും ഒരു 11 മണി 12 മണി ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ അതും കൂടി കൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും മെട്രോയിൽ അങ്ങനെ തോന്നിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് സലാൽ അൽദീൻ. അങ്ങനെ എന്തുമായിരുന്നു ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര്? സലാൽദീനോ എന്തുമായിരുന്നു മെട്രോ സ്റ്റേഷൻ? മീൻസ് എൻ്റെ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെട്രോ സ്റ്റേഷൻ. ഇനി അടുത്ത മെട്രോ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. അടുത്തത് വരുന്നത് യൂണിയൻ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ബുർജ്മൽ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷൻ. അതിലാണ് ഞങ്ങളിപ്പോൾ എന്താ പറയുക, ഫ്ലാറ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. റൂം നോക്കാൻ വേണ്ടി പോകുന്നത് ആ മെട്രോ സ്റ്റേഷനിലാണ്. കാരണം ബുർജ്മനും യൂണിയനും ഇവിടുത്തെ മെയിൻ സെൻട്രൽ മെട്രോ സ്റ്റേഷൻസാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും ആക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് ഞാൻ നടക്കുകയാണ്. ഞങ്ങൾ പോയിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ കുറച്ച് നടക്കാൻ, ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ജസ്റ്റ് ഇറങ്ങുക, ലെഫ്റ്റ് മുമ്പോട്ട് വരെ ലെഫ്റ്റ് എടുക്കുക. പിന്നെ അവിടെ നിന്ന് ഒരു സീബ്ര ലൈൻ ക്രോസ് ചെയ്യുമ്പോഴേക്കും ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മളുടെ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴാണ് ഒരു സത്യം അറിഞ്ഞത്. നമ്മൾ മഹിക്ക് മെസ്സേജ് അയച്ചപ്പോൾ അവളുടെ നെറ്റ് ഓഫ്. അപ്പം നമ്മൾ വിചാരിച്ച് പെട്ടു. പക്ഷേ അവൾ അപ്പോഴേക്കും താഴത്തേക്ക് ഇറങ്ങി വന്നു. സീബ്ര ലൈനിൽ വരാൻ പറയുന്നതാണ്, പക്ഷെ നമ്മൾ സീബ്ര ലൈൻ ക്രോസ് ചെയ്തില്ല എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. നമ്മൾ ആക്ച്വലി ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് പോകണം റൂം എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ റൂം കാണിക്കുന്നില്ല. കാരണം നമ്മളിന്നിപ്പോൾ കണ്ടത് മഹിയുടെ റൂമാണ്. അപ്പോൾ മഹിയുടെ റൂമിൽ ഓൾറെഡി ഒരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പ്രൈവസീനെ മാനിച്ചിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഷോർട്സ് ഒന്നും എടുത്തില്ല. ഞാൻ ആക്ച്വലി പുറത്ത്, ഇതാണ് കേട്ടോ നമുക്ക് ഓരോ റൂംസ് മീൻസ് ഓരോ ഫ്ലാറ്റായിട്ടാണ്. അപ്പോൾ ഞാൻ പുറത്തേക്കാണ് കാണിച്ചത്. പിന്നെ ബാൽക്കണി, ഇതാണ് ബാൽക്കണി. ഇവിടുത്തെ ബാൽക്കണി നേരെ താഴത്ത് കാണുന്ന ബസ് സ്റ്റേഷനൊക്കെയാണ് കേട്ടോ. ബസ് സ്റ്റോപ്പാണ്, സ്റ്റേഷനല്ല ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആക്സസിബിലിറ്റി അടുത്തടുത്താണ്. മെട്രോ സ്റ്റേഷൻ അടുത്താണ്, ബസ് സ്റ്റോപ്പ് അടുത്താണ്. അപ്പോൾ എല്ലാം അടുത്താണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ എത്രയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് റേറ്റ് വരുന്നത്, ഓരോ സ്ഥലം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഏറയിലാണ്, അവൾ ബിസിനസ് പേയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു, എത്ര റേറ്റ് വരുന്നത്, എങ്ങനെയാണ് റേറ്റ് വരുന്നതെന്നൊക്കെ. അപ്പോൾ കാരണം എനിക്ക് എനിക്ക് എൻ്റെ സോൺ മാറുന്ന കാരണം എനിക്ക് 5 ദിർഹവും, അവൾ സെയിം സോൺ ആയതുകൊണ്ട് അവൾക്ക് 3 ദിർഹമാണ് കേട്ടോ വൺ സൈഡ് വരിക. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരും വളരെ ലേറ്റായിട്ടൊന്നും കഴിച്ചുള്ളൂ. അപ്പോൾ വിശന്ന് പണ്ടാറങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഡിസ്കഷനിലായിരുന്നു ഏത് റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന്. നല്ല വെയിലായിരുന്നു, അതായിരുന്നു എൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ അവളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചു, ലൈക്ക് ഇവിടെ അടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് അവിടെ നിന്ന്. പക്ഷേ അവർ ഓൾറെഡി സൺഡേ ആണ്, എല്ലാവരും ബിസി ആയിരിക്കും.
അപ്പോൾ നമുക്ക് കുറച്ച് റെസ്പോൺസ് ഡിലേ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന്. നമ്മൾ കുറച്ച് നടന്നപ്പോൾ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു. ആ റെസ്റ്റോറൻറ്റിലെ ഫുഡും അടിപൊളിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇവിടെ ബസ് സ്റ്റേഷൻ AC ആണ് കേട്ടോ. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. കാരണം നമ്മൾ നടന്ന് തളരുമ്പോൾ നമുക്ക് ഉള്ള ആശ്രയമാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷനുള്ളത്. കാരണം നല്ല ബസ് സ്റ്റേഷൻ. പിന്നെ ഏതൊരു സ്ഥലം ചോദിച്ചിട്ട് അപ്പോൾ അവളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ പോയത് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നമ്മൾ പോയപ്പോൾ തന്നെ ഓൾറെഡി ഫുള്ളായിരുന്നു റെസ്റ്റോറൻറ്റ്. മൺഡേ സൺഡേ ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓൾമോസ്റ്റ് എപ്പോഴും ഫുള്ളായിരിക്കും സൺഡേസിൽ ഇവിടെ. എസ്പെഷ്യലി നല്ല റെസ്റ്റോറൻറ്റ്സൊക്കെ എപ്പോഴും ഫുള്ളായിരിക്കും. അത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു. എന്നിട്ടാണ് കേട്ടോ നമുക്ക് ആക്ച്വലി ഫുഡ് നമുക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡായിരുന്നു. ഇത് മറ്റേ സിനിമയിൽ പറയുന്ന പോലെ തോരൻ വന്നു, കാളൻ വന്നു, മോര് വന്നു, പായസം വന്നു, സാമ്പാർ വന്നു, അതേ എക്സ്പ്രഷനായിരുന്നു കേട്ടോ. ഞാനതാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ. കാരണം ആ മൂവിയിൽ അതേ ഒരു വൈബിലാണ്. പിന്നെ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് പുള്ളീനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രോൾ ചെയ്യണ്ടായിരുന്നു. കാരണം പുള്ളിയെടുത്ത് ഞങ്ങൾ ഏതൊരു കറി വെച്ചപ്പോൾ പുള്ളിക്ക് ആ കറിയുടെ പേര് അറിയില്ല. അപ്പോൾ എന്താണ് പുള്ളി സെർവ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാൻ അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇതെന്ത് സാധനം അതെന്ത് സാധനം അങ്ങനെയൊക്കെ. ആക്ച്വലി ഉണ്ടായത് ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ് തോരൻ ഉണ്ടായിരുന്നു, ഒരു വെള്ള ഒരു കറി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്കറിയില്ല, പിന്നെ അച്ചാറുണ്ടായിരുന്നു. ഈ അച്ചാർ കണ്ടപ്പോൾ ഞാൻ അത് സാമ്പാറാണ്. കാരണം അങ്ങനത്തെ ഒരു വൈബ്, ഇങ്ങനത്തെ ഒരു അച്ചാർ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ മീൽസ് അല്ലാണ്ട് ചിക്കൻ ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ട്, 65 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്ക് മോരുണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു. എല്ലാം കൂടി നല്ലൊരു ഫുഡായിരുന്നു. നല്ല ഫില്ലിംഗ് ആയിരുന്നു. ഞാൻ 2 പ്രാവശ്യം ഫുഡ് കഴിച്ചു, വേറെ കാര്യം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. നമ്മളിപ്പോൾ പോണത് ബുർജുമൻ മോളിലേക്കാണ് കേട്ടോ. നമ്മളുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നടക്കുകയാണ്. ഇവിടുത്തെ മെയിൻ ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ വലിയ നടക്കുന്നിടത്തൊന്നും വലിയ തിരക്കുണ്ട്. കാരണം ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു കാറൊക്കെ ഓടിക്കണോണ്ടായിരിക്കും. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വോയിസ് കേൾക്കും. ഇവിടെ പള്ളിയിലെ പാട്ടാണ് കേട്ടോ. പാട്ടല്ല, മറ്റേ ഇതുണ്ടല്ലോ പ്രാർത്ഥന, അതാണ്. അപ്പോൾ ഞാൻ ഓൺ ദ വേയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിനോട് കണ്ടു കേട്ടോ. അത് ഞാൻ ആ വീഡിയോയിൽ എടുത്തില്ല, കാരണം പുള്ളി വന്നപ്പോൾ ഞാൻ സ്റ്റക്കായി. പിന്നെ ഞങ്ങൾ ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ, ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കവാടം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞങ്ങൾ എക്സിറ്റ് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ മോളിലെത്തി. നമ്മൾ 3rd എക്സിറ്റ് എടുത്തിട്ട് നേരെ ഇറങ്ങാൻ ചെയ്തത്. നമ്മൾ മോളിലെത്തി. മോൾ ആക്ച്വലി നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാനൊരു പ്ലാനില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചു ഫുഡ് കോർട്ടിൽ പോയിരിക്കാമെന്ന്. കാരണം അതാകുമ്പോൾ അങ്ങനെ അലപ്പിച്ച് വിടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾക്കപ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്നപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി പറഞ്ഞു വിടുമെന്ന്. പക്ഷെ നമ്മൾ പറഞ്ഞു വിടുന്നതിൻ്റെ മുന്നേ നമ്മൾ അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകും, വേറെ കാര്യം. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ നോക്കി. ഈ ഒരു ഏരിയയിലൊന്നും വലിയ തിരക്കായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫുൾ സീറ്റ് ഫില്ലിംഗ് ആയിരുന്നു നമുക്ക്. പക്ഷേ ലക്കിലി ഒരു സീറ്റ് കിട്ടി. പിന്നെ കിട്ടിയ സീറ്റ് ഞങ്ങൾ വേഗം കയറിയിരുന്നു, കാരണം വേറെ ആരും പിടിച്ചിട്ട് പോരുതെന്ന് വെച്ചിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ അനങ്ങിയിട്ടേ ഇല്ല. നമ്മൾ ഫുഡൊന്നും ഓർഡർ ചെയ്തില്ല കേട്ടോ. നമ്മൾ ഫുൾ കത്തിവയ്പ്പ് തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം. ഞങ്ങളുടെ മുമ്പത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഇനി ഞങ്ങൾ നടക്കാൻ പോകുന്നൊരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അങ്ങനെ പ്രത്യേക വൈബാട്ടോ. ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഞങ്ങൾ എപ്പോൾ കൂടിയാലും ഞങ്ങളുടെ പാസ്റ്റും പറയും, പ്രസൻറ്റും പറയും, ഫ്യൂച്ചറും പറയും. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ ഗ്യാങ്സും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, എനിക്ക് തോന്നുന്നു, അറിയില്ല. പക്ഷെ നമ്മുടെ ഗ്യാങ് അങ്ങനെയാണ്. നമ്മുടെ എല്ലാം നമുക്കങ്ങനെ പിന്നെ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെങ്കിലും നമ്മൾ ഹൈഡ് ചെയ്യില്ല. അതിപ്പോൾ അറിയേണ്ട കാര്യങ്ങളും അറിയണ കാര്യം എല്ലാം നമ്മൾ പറയും. കാരണം നമുക്കങ്ങനെ ഹൈഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ വെക്കുന്ന പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലെന്ന് പറയും, ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയും. അതുപോലെ തന്നെ ഇപ്പോൾ ചില ഗ്യാങ്സിൽ ഇന്ന ചില ടോപ്പിക്സ് സംസാരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പീരീഡ്സിനോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാത്ത ഗ്യാങ്സ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാം സംസാരിക്കും. ഇപ്പോൾ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പോയി ചോദിക്കും, അവർക്കൊരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അവരോട് ചോദിക്കും. അങ്ങനെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യും കേട്ടോ. കാരണം നമ്മളെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴേ നമ്മൾ ആ ഒരു ബോണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് ഓക്കെ അത് മനസ്സിലിട്ട് വെറുതെ പെരുപ്പിച്ച് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ. കാരണം
ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പോയി ചോദിക്കും. അവർക്ക് എന്തെങ്കിലും ചോദിക്കണം അവർ സ്ട്രൈറ്റ് ആയിട്ട് വന്ന് ചോദിക്കും, ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം നമുക്കത് അപ്പോൾ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് വിടും. അതല്ലാണ്ട് നമ്മളിങ്ങനെ കുറേ നാളത് മനസ്സിലിട്ട് വെച്ച് അതിനെ നമ്മൾ വേറെ രീതിക്ക് വളച്ചൊടിച്ച് അതിനൊന്നും ഒരാവശ്യമില്ല. അതിപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ ഫ്രണ്ട്സിനെക്കുറിച്ചോ എന്ത് കേട്ടാലും നിങ്ങളത് ആദ്യം അവരോട് പോയി പറയുക. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി അവർക്ക് കൊടുക്കാനാണെങ്കിൽ അത് പറയുക. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നണം അത് പോയി പറയുക. അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെനുവൻലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഞാൻ ആദ്യം പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും. ഇവൻ ചിലപ്പോൾ എൻ്റെ ഫാമിലിയുടെ അടുത്ത് പോലും ഞാൻ അത്ര ഓപ്പണായിട്ട് പറഞ്ഞൊന്നും വരില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് പറയും കേട്ടോ. കാരണം അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അവരത് അതിനൊപ്പം എനിക്ക് ആ കറക്റ്റ് സൊല്യൂഷൻ എനിക്ക് തരും. അത് എൻ്റെ ഒട്ടുമിക്ക എല്ലാ ഫ്രണ്ട്സിനും അത് അറിയാം. പിന്നെ ഞാൻ ആക്ച്വലി എൻ്റെ മൂഡൊന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ചെയ്യും. അത് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പറ എന്താ സംഭവം, അങ്ങനെ ചോദിക്കുന്ന കുറച്ച് ടീംസാണ് കേട്ടോ എൻ്റെ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യത്തിൽ. കാരണം നമ്മളത് അങ്ങനെ മനസ്സിലാക്കുക, നമ്മളത് കൂടെ നിൽക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു പരിപാടിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല സംഭവം. ആ ഒരു പ്രിവിലേജ് എനിക്കുണ്ട്. അപ്പോൾ ഞാനപ്പോൾ എന്താ ചെയ്യണം, ഞാൻ ആക്ച്വലി മാക്സിമം അത് ഹോൾഡ് ചെയ്യാൻ നോക്കണം. സോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഞാൻ അല്ലാതെ ഓഫ് കോഴ്സ് എനിക്കിഷ്ടമല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തവരെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അപ്പം കട്ട് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ എനിക്കിഷ്ടമുള്ള ആൾക്കാരെ ഞാൻ എത്ര മീൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ പിന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി നോക്കൂ കേട്ടോ. കാരണം അത് എൻ്റെയും കൂടി ആവശ്യമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോവാതിരിക്കുക എന്നുള്ളത്. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് അവരെ കൊണ്ടു നടക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമുക്കൊരു നെഗറ്റിവിറ്റി തരുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് തന്നെ ചവിട്ടി പുറത്താക്കാം. കാരണം നമ്മൾ നെഗറ്റീവായി കൊണ്ട് നടക്കുമ്പോൾ നമുക്കും അതൊരു നെഗറ്റീവ് തന്നെയായിരിക്കും. നമുക്കും ആ ഒരു നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിൽ നമ്മൾ നിൽക്കാനായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് വളരെ ആധികാരികമായി പറയാനുള്ളത്. ഇത് കാണുന്നവർ എനിക്ക് നാളെയോ മറ്റന്നാളോ നല്ല ഗംഭീര ചിലവ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മളിവിടെ ഞാൻ കറൻറ്റ്ലി താമസിക്കുന്ന അവിടെ അടുത്ത് എയർപോർട്ടാണ്, ദുബായ് എയർപോർട്ടാണ്. അപ്പോൾ ഇതിലെപ്പോഴും ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. നമുക്കൊരു സൈഡിൽ അത് ഭയങ്കര എന്താ പറയുക ഹെക്റ്റിക്കാണ്. പക്ഷേ ചില സമയത്ത് അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഞാൻ ആക്ച്വലി വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇതിലിങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടേയിരിക്കും. അതും 5 മിനിറ്റ് കൂടുമ്പോൾ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി എപ്പോഴും വോയിസ് കൊടുക്കുമ്പോൾ ഞാനതിങ്ങനെ പോസ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ കൊടുക്കണേ. അത് വല്ലാത്തൊരവസ്ഥയാണ് ഗൈസ്. പിന്നെ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഷോർട്ട് കട്ടിൽ കൂടിയാണ്. കാരണം ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് വരാനായിട്ട് 2 വഴിയുണ്ട്. ഒന്ന് മെയിൻ വഴിയാണ്, അത് ഫുൾ കടകളും അങ്ങനെയൊക്കെ ഫുൾ ആൾക്കാർ തിരക്ക് അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് പിന്നെ നമുക്കുള്ളത് ഇങ്ങനൊരു ഇടവഴിയാണ്, അവിടെ ആരും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഈ കണ്ട വഴിയില്ലേ, അത് ഭയങ്കര കാമായിട്ടുള്ളൊരു വഴിയാണ്. ഞാൻ എപ്പോഴും അതിലേ വരാം, കാരണം ആരും ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട്. പക്ഷേ ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടല്ല കേട്ടോ, എനിക്കിതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് വരാനായിട്ട്. പിന്നെ ഈ കാണുന്ന റെസ്റ്റോറൻ്റ് അല്ലേ, ആ റെസ്റ്റോറൻറ്റ് ആക്ച്വലി ഒരു തമിഴ് ആൾക്കാരുടെയാണ്. അതിൽ എനിക്ക് 2 ദിർഹത്തിന് നല്ല സോഫ്റ്റ് നമ്മുടെ പൊറോട്ടയും അതുപോലെ തന്നെ സാമ്പാറും. ഓഫ് കോഴ്സ് ഞാൻ വെജിറ്റേറിയൻ ഒന്നുമല്ല, പക്ഷേ എനിക്ക് വെജാണ് കുറച്ചുകൂടി ഇഷ്ടം. എനിക്ക് സദ്യ എന്നൊക്കെ പറഞ്ഞാൽ പ്രാന്താണ്. അപ്പോൾ ഞാനിവിടെ പോകുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ചിക്കൻ ഗ്രേവി അങ്ങനത്തെ അതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എനിക്കിഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കഴിക്കുന്നത് സാമ്പാറാണ് പൊറോട്ടയോടൊപ്പം. പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് അയ്യേ സാമ്പാറും പൊറോട്ടയോ എന്ന് പറയും. പക്ഷേ എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഡെയിലി ഇല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളവിടെ പോയി വാങ്ങും. അപ്പോൾ അവിടുത്തെ അണ്ണനുണ്ട്, ആ പുള്ളിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഞാൻ വരുമ്പോൾ എന്നെ ചിരിച്ചിട്ട് പുള്ളി അവിടെ ഓർഡർ ചെയ്യും. ലൈക്ക് 2 പൊറോട്ടയും സാമ്പാർ എടുത്തോ, ആൾ വന്നു അന്ന് ആൾ തമിഴിൽ പറയും കേട്ടോ. അങ്ങനെ അതെനിക്ക് ഞാനിപ്പോൾ ഭയങ്കര ഒരു ടൈംസിലാണ് പോണേ. അതുകൊണ്ട് എനിക്ക് പുള്ളി ഇടയ്ക്ക് സാമ്പാർ കുറച്ച് കൂട്ടിയൊക്കെ തരും, പിന്നെ ചപ്പാത്തി എക്സ്ട്രാ തരും. ഞാൻ ചിലപ്പോൾ 2 പൊറോട്ടയും ഒരു സാമ്പാറും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ അതിൽ 2 പൊറോട്ടയും ഒരു ചപ്പാത്തിയും ചിലപ്പോൾ സാമ്പാറും ഉണ്ടാവും. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അവിടുത്തെ. അതുകൊണ്ടാണ് ഞാനിവിടെ ജീവിച്ച് പോണത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് ആക്ച്വലി നല്ല റെസ്റ്റോറൻറ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചേഞ്ച് ആകുമ്പോൾ ഞാൻ ശരിക്കും അവരുടെ സാമ്പാറും പൊറോട്ടയും ശരിക്കും മിസ് ചെയ്യും എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഞാൻ താമസിക്കുന്ന എമിറേറ്റ്സ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ, ഒരു വില്ലയിലാണ്. സോ എമിറേറ്റ്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട്, അവർക്ക് കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് കേട്ടോ ഇത് വലിയൊരു സംഭവം കേട്ടോ. വലിയൊരു കോമ്പൗണ്ടിൽ കുറേ ഉണ്ട് കേട്ടോ റൂംസ്. ഇവിടെ ഗേൾസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്, പിന്നെ എല്ലാ നാഷണാലിറ്റിയും ഉണ്ട്.
മറ്റേ സൈഡ് ഗേൾസ്, അങ്ങനെ അല്ലാണ്ട് ഗേൾസും ബോയ്സും അങ്ങനെ ഉണ്ട്, മിക്സ്ഡ് ആയിട്ടുണ്ട്. അല്ലാണ്ട് തനിയെ ഉണ്ട്. ഒരു ഏരിയ മൊത്തം ഗേൾസ്, ഒരു മൊത്തം ബോയ്സ്, അങ്ങനെയുണ്ട് കേട്ടോ. എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. ലൈക്ക് ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട് ഇവിടെ. ഞാൻ കാണുന്ന എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട്, ഷൂറാക്കാണ്, നിറയെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു സൺഡേ സ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.